കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ തട്ടിയെടുത്തത് 1000 കോടിയിലേറെ രൂപയാണ്. അനന്തു കൃഷ്ണന്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 400 കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ 2000-ഓളം സ്ത്രീകൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് 2 വീലർ പകുതി പൈസ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല വന്നത്. ഞാൻ മെഷീൻ പകുതി പൈസ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ എനിക്കൊരു നമ്പർ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പം അത് സുബൈർ എന്ന് പറഞ്ഞ ഒരാളാണ് കോൾ എടുത്തത്. അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കണ്ണൂരിലുള്ള കോർഡിനേറ്റർ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് മോഹൻ എന്ന് പറഞ്ഞ ആളെ നമ്പർ തന്നു. അപ്പം ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി വിളിച്ചാണ് മോഹനനെ. അപ്പം മോഹനൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ താമസിക്കുന്നത് പയ്യാമ്പലാണ്. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ വരാം, പിന്നെ ഡീറ്റെയിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ആദ്യം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് പിന്നെ ഇതുണ്ടെങ്കിലും അല്ല പിന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ മെഷീന് 2 ദിവസം മറ്റന്നാൾ ലാസ്റ്റ് ഡേറ്റാണ്. അപ്പോൾ അന്നത്തേക്ക് പകുതി പൈസ അടക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനത് അടച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 2 വീലറിൻ്റെ വന്നത്. 2 വീലറിൻ്റെ വന്നപ്പം പിന്നെ നമ്മൾ കുറേ ആൾക്കാരോട് അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും ഇതുള്ളതാണ്, ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നെ സത്യസന്ധമായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് അത്രയും ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ക്യാഷ് അടച്ച് ജൂലൈ 10 ക്യാഷ് അടച്ചു. ഓഗസ്റ്റ് 21 ഇവർ പ്രോമിസറി നോട്ട് ഞങ്ങൾക്ക് തന്നത്. എന്നിട്ട് ഇപ്പം 100 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം ഡിസംബർ 28 100 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു. അപ്പം നമ്മൾ അന്നേരം ചോദിക്കുമ്പോൾ ഇവർ ഓരോ ഡേറ്റ് പറഞ്ഞ് മാറി കളിച്ചു. പിന്നെ അന്നേരം നമുക്ക് ഡൗട്ട് അടിച്ചു. നമ്മൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേസൊന്നും കൊടുക്കല്ല, ഇതിങ്ങനെ കുറച്ച് ക്യാഷിൻ്റെ കുറവ് കൊണ്ടാണ്, നമ്മൾ 1-2 ആൾക്ക് കൊടുക്കില്ല, 10-300 ഇത് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുകയുള്ളൂ, അതിൻ്റേതായ സമയം നമുക്ക് തരണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളങ്ങനെ ഡേറ്റ് മാറി പറഞ്ഞതുകൊണ്ട് നമുക്ക് ഡൗട്ട് വന്നുകൊണ്ട് നമ്മൾ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായ വാർത്ത അറിഞ്ഞത്. അപ്പം തന്നെ നമ്മൾ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുകയും ചെയ്തത്. പക്ഷേ കേസ് അവരെടുത്തിട്ടില്ല, ഇന്നവരെ കേസാക്കിയിട്ട് അവരെടുത്തിട്ടില്ല. തൊടുപുഴ ചോരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു കൃഷ്ണൻ. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അനന്തു കൃഷ്ണനും സഹായികളും നടത്തിയിട്ടുള്ളത്. പലരും പണം നൽകിയത് പ്രൊമോട്ടർമാർ വഴിയാണെന്നും അനന്തു കൃഷ്ണനെ നേരിട്ട് അറിയില്ലെന്നും പറ്റിക്കപ്പെട്ടവർ പറയുന്നു. അവര് ഒരാള് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഈ അനന്തകൃഷ്ണൻ ആരാന്ന് നമുക്കറിയില്ല. മറ്റേ വേറെ ആരെല്ലോ പേര് പറയുന്നുണ്ട്, അവരൊന്നും നമുക്കറിയില്ല. നമുക്കറിയാം സെക്കീന, മോഹനൻ, ബാബു, പുഷ്കൻ എന്ന പേര്, അങ്ങനെ കുറച്ചാളെ നമുക്കറിയാം. റീന, രതീഷ്, അങ്ങനെ കുറച്ചാളെ നമുക്കറിയാം. നിങ്ങൾ കേസെടുക്കേണ്ടത് അവരുടെ പേരിലാണ്. അവര് പറഞ്ഞ അക്കൗണ്ടിലാണ് നമ്മൾ പൈസ കിട്ടുന്നത്. മറ്റേ അനന്തകൃഷ്ണനെ നമുക്കറിയില്ല, മറ്റുള്ള ആളെ ആരും നമുക്കറിയില്ല. അതുകൊണ്ട് അവര് നമ്മളെ പൈസയും വാങ്ങി കണ്ടകളെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് അവര് ഗൾഫ് യാത്ര, വീടിന്റെ മേലെ സോളാർ, ഇതെല്ലാം വെച്ചിട്ടാണ് അവര് സൂചിക്കുന്നത്. നമ്മളിവിടെ പൈസയും പോയിട്ട് വിഷമം കൊണ്ട് ഉരുപ്പയിലും മനസ്സുകൊണ്ട് നഷ്ടപ്പെട്ട പൈസ മുഴുവനായി തിരികെ നൽകണമെന്ന ആവശ്യവുമായാണ് സ്ത്രീകൾ പോലീസിനെ സമീപിച്ചത്.